സർ, തുടരും എന്ന സിനിമയ്ക്ക് എതിരെ ഒരാളൊരു പോസ്റ്റ് ഇട്ടിരുന്നു. നന്ദകുമാർ AP എന്നാണ് പേര്. അദ്ദേഹം പറയുന്നത് അയാളുടെ സ്ക്രിപ്റ്റിനെയാണ് ഇവർ മോഷ്ടിച്ചുവെന്നും ഈ സിനിമയ്ക്കെതിരെ വക്കീൽ നോട്ടീസ്, സിനിമയ്ക്ക് മോഹൻലാലിന് അടക്കമുള്ള ആൾക്കാർക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുമെന്നും. ഇതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ കണ്ടിരുന്നു, വാർത്ത കണ്ടിരുന്നു. ഇത് കാലങ്ങളായി ചില സിനിമകൾ, ഹിറ്റാവുന്ന സിനിമകളുടെ കഥ എൻ്റേതാണെന്ന് പറഞ്ഞ ചില അവതാരങ്ങൾ രംഗത്ത് വരാറുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. ഇതിനെയും അങ്ങനെ അവഗണിച്ച് തള്ളാനാണ് ഞാൻ പറയുന്നത്. പിന്നെ വക്കീൽ നോട്ടീസ് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മറുപടി അയക്കേണ്ടി വരും. ഇതിലൂടെ നന്ദകുമാർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹമാണ് ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം അങ്ങ് പ്രശസ്തനാവുകയാണ്. എന്ത് രീതിയിലാണ് എൻ്റെ കഥയാണ് മോഷ്ടിച്ചത്? ഇദ്ദേഹം 2002 മറ്റോ ആണ് ഈ കഥ ഉണ്ടാക്കിയതെന്ന് പറയും. 23 വർഷം ഇങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി, 23 വർഷത്തിന് ശേഷം മോഷ്ടിക്കാൻ വേണ്ടി എത്ര മഹത്തരമായൊരു കഥയാണോ? എന്താണ് അതിൻ്റെ പ്ലോട്ട്? എന്ത് പുതുമയാണ് ആ പ്ലോട്ടിലുള്ളത്? അതിൽ KR സുനിലും തരുൺ മൂർത്തിയും കൂടി എഴുതിയ സ്ക്രീൻ പ്ലേയിലാണ് ആ സിനിമ ഇരിക്കുന്നത്. ശരിയല്ലേ? എന്നാൽ ഇയാൾ പറയുകയാണ് എൻ്റെ സ്ക്രീൻ പ്ലേ ആണ് മോഷ്ടിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇപ്പം കോടതി തന്നെ പറയുന്നത് 8 സീക്വൻസുകൾ, 8 സീനുകൾ സമാനമായ രീതിയിൽ ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ മോഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയാം. അതല്ലാതെ അവിടെ ഇവിടെയും ചില സൂചനകളുണ്ടെന്ന് പറയുന്നത് കോടതി തന്നെ തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ്. ഞാനൊരു കാര്യം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ മലയാള സിനിമയിലെ പ്രശസ്തനായ 40-ലധികം തിരക്കഥ എഴുതിയ ഒരാൾ, ഞാൻ പേര് പറയാത്തത് അതിൻ്റെ കക്ഷികളെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടാണ്. അദ്ദേഹം ആദ്യം ഒരു തിരക്കഥ എഴുതി. അദ്ദേഹം നാടകകൃത്തായിരുന്നു. ഒരുപാട് സൂപ്പർ ഹിറ്റ് നാടകങ്ങൾ കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു നാടകം തന്നെ സിനിമയാക്കണമെന്ന് പറഞ്ഞ് ഒരു സംവിധായകൻ വരും. അദ്ദേഹം ചെയ്ത നാടകമാണ്. അദ്ദേഹം തന്നെ അതിന് തിരക്കഥ എഴുതി. ഈ തിരക്കഥ എഴുതി സംവിധായകന് കൊടുക്കുന്നു. സംവിധായകൻ പറഞ്ഞു കൊള്ളാം. ആ സംവിധായകൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ സംവിധായകൻ്റെ പേര് ഞാൻ പറയാം. PG വിശ്വംഭരൻ എന്നാണ് സംവിധായകൻ. കൊള്ളാടാ, നീ നല്ല ഭാവിയുണ്ട് എന്നൊക്കെ പറയും. ഇതിനുശേഷം ഷൂട്ട് തുടങ്ങുന്നു. അന്നൊന്നും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തിരക്കഥാകൃത്ത് പോയി നിൽക്കുമോ? പുതുമുഖമായ ഒരാളെന്ന അതിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. ഇടയ്ക്ക് ചെല്ലുന്നു. പിന്നീട് സിനിമയുടെ ന്യൂസുകൾ ഇങ്ങനെ PR കൊടുക്കുമല്ലോ, സിനിമാ വാരികളിലാണ് ആദ്യം വരിക. വരുമ്പോൾ കഥ ഈ വ്യക്തിയുടെ പേര്, തിരക്കഥ സംഭാഷണം മറ്റൊരാളുടെ പേരിൽ. ഇയാൾ ബസ് കയറി അവിടെ ചെന്നു, സംവിധായകനെ കണ്ടു. സാർ, എന്താണിത്? സംവിധായകൻ വളരെ നയജാതിരിയുള്ള ആളാണ്, സംസാരിച്ച് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ആളാണ്. ആ മോനെ, നീ പുതിയ ആളല്ലേ, നിൻ്റെ കഥയുണ്ടാവും, തിരക്കഥയും നിൻ്റെ പേര് വെച്ചേക്കും. അത് ആ PR എഴുതി കൊടുത്ത തെറ്റാണ്. സംഭാഷണം മാത്രം ഒരു പ്രശസ്തനായ തിരക്കഥാകൃത്തിൻ്റെ പേര് വെക്കും. ഇവിടെ ഇത് കച്ചവടമാവണ്ടേ, ബിസിനസ്സാവണ്ടേ? അപ്പോൾ ആ തിരക്കഥാകൃത്തിൻ്റെ പേരുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കച്ചവടമാവും. ഇയാൾ സങ്കടപ്പെട്ട് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോന്നു. പടം റിലീസ് ചെയ്ത് തിയേറ്ററിൽ പോയി കാണാൻ പോവുകയാണ്. അന്ന് ചെന്നൈയിലാണല്ലോ സിനിമയുടെ വർക്കുള്ളത്. കഥ ഈ വ്യക്തിയുടെ പേര്, തിരക്കഥ സംഭാഷണം പ്രശസ്തനായ മറ്റൊരാളുടെ പേര്. ഇയാൾ തിയേറ്ററിൽ ഇരുന്ന് അക്ഷരാർത്ഥത്തിൽ കരഞ്ഞിട്ടാണ് പോയത്. എൻ്റെ അടുത്ത സുഹൃത്താണ് ഇദ്ദേഹം. ഈ തിരക്കഥാകൃത്ത് എന്ത് ചെയ്യുമെന്നാണ് അദ്ദേഹം വിചാരിച്ചു. കേസിന് പോകണം. കാരണം ഞാൻ എഴുതി കൊടുത്ത പൂർണ്ണമായ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, കോപ്പിയുണ്ട്. അതുമായി കോടതിയിൽ പോയാൽ ഇയാൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടും, അയാൾക്ക് കൂടുതൽ പണവും കിട്ടും. അങ്ങനെ ഡെന്നീസ് ജോസഫ് എന്ന് പറഞ്ഞ സംവിധായകനുണ്ട്, തിരക്കഥാകൃത്തിനുണ്ട്. ഈ പുതുമുഖ തിരക്കഥാകൃത്ത് പറയുകയാണ്, ചേട്ടാ, ഇങ്ങനൊരു വലിയ അബദ്ധമെന്നല്ല, ഒരു ചതി എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ എന്താണ് ചെയ്യണത്? ഞാൻ കേസിന് പോകാൻ തീരുമാനിച്ചു. ഡെന്നീസ് ജോസഫ് ഇപ്പം എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എടാ, അപ്പോൾ അവിടെ ഒരു പേന കിടപ്പുണ്ട് ടേബിൾ. ഈ ഒരു സാധനം എൻ്റെ ഇല്ലേ, കുറേ വെള്ളക്കടലാസും എടുക്കുക. എടാ, നിനക്കിനി ഭാവി കിടക്കുകയില്ലേ, അത് വിട്ടുകളയാൻ, അതിൻ്റെ അവരനുഭവിച്ചു കൊടുക്കും. നിനക്കിനിയും എത്രയോ കഥകൾ എഴുതാനുണ്ട്, എത്രയോ തിരക്കഥകൾ എഴുതാനുണ്ട്. അവിടുന്ന് ആശ്വാസത്തോടെ ആ തിരക്കഥാകൃത്ത് പോരുകയാണ്. പിന്നീട് മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ തിരക്കഥാകൃത്തായി മാറി ഈ അന്നത്തെ ചതി പറ്റിയ തിരക്കഥാകൃത്ത്. അങ്ങനെ സിനിമയിൽ സംഭവിച്ചത്. എന്നാൽ ഇതൊക്കെ വെറും പേരും പ്രശസ്തിയും ഉണ്ടാക്കാനുള്ള, എങ്ങനെയും കുറച്ച് പൈസ തട്ടിയെടുക്കാനുള്ള ഒരു മാർഗമെന്ന് ഞാൻ പറയും.
ഇപ്പോൾ നിർമ്മാതാവിന് വക്കീൽ നോട്ടീസ് അയച്ചു, ഉടനെ നിർമ്മാതാവായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഇതിന് കേസിന് പോകേണ്ടി വരിക. ആ മെനക്കേട് ഒഴിവാക്കാൻ വേണ്ടി പടം സൂപ്പർ ഹിറ്റുമാണ്, എന്തെങ്കിലും ചില്ലറ തന്നേക്കാം എന്ന് പറഞ്ഞ് ഒഴിവായാൽ അത് മേടിച്ച് മനസ്സിലായി കേസ് ഒത്തുതീർക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. അല്ലാതെ ഹരിശ്രീ അശോകൻ, ഇയാൾ പറയുന്നത് ഞാൻ ഹരിശ്രീ അശോകനെ നായനാക്കി ചെയ്യാനുള്ള സിനിമയാണ്, രാമൻ എന്നായിരുന്നു അതിൻ്റെ പേര്. ഹരിശ്രീ അശോകൻ്റെ മകൻ ഒരു ഷോട്ടിലുണ്ട് തുടരും സിനിമയിൽ, അതൊക്കെ ഇതുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. മനസ്സിലായി. ഇയാളുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിന്ന ഒരാൾ വൈക്കംകാരനാണ്, തരൺമൂർത്തിയുടെ ഈ സിനിമയിലുണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത് എൻ്റെ കഥ തന്നെയായിരുന്നു, എൻ്റെ തിരക്കഥയായിരുന്നു എന്ന് പറയാൻ വേണ്ടി. ഒരു ഉദ്ദേശശുദ്ധിയില്ലാതെ വെറും പണം പിടുങ്ങാനോ അല്ലെങ്കിൽ പേരുണ്ടാക്കാനോ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ് ഇതെന്ന് വ്യക്തമായി മനസ്സിലാകും. അല്ലെങ്കിൽ കോടതി തന്നെ ഇതെടുത്ത് ചവറ്റുകൂട്ടലറി. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതായത് ഈ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള പരാതികൾ സ്ഥിരമാണ്. അതൊരു സിനിമ തന്നെ ആയിട്ടുണ്ട്. ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ. റോഷൻ ആൻഡ്രൂസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ അദ്ദേഹം അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് റോഷൻ ആൻഡ്രൂസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരി ആ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ഇംഗ്ലീഷ് സിനിമയുടെ അഡോപ്ഷനാണ്. മനസ്സിലായി. ആ അന്ന് വീഡിയോ കാസറ്റാണ്. ആ കാസറ്റ് കൊണ്ട് ശ്രീനിവാസനെ കാണിച്ചിട്ടാണ് ശ്രീനിവാസൻ ഇഷ്ടപ്പെട്ടിട്ട് എഴുതാമെന്ന് പറയും. അതിനുശേഷം വർഷങ്ങൾ നടന്നിട്ടാണ് റോഷൻ ആൻഡ്രൂസ് സിനിമ പ്രാവർത്തികമായി ശ്രീനിവാസൻ്റെ തിരക്ക് അത് എഴുതി കിട്ടാനുള്ള താമസം. അപ്പോൾ ഇത് സിനിമയിൽ നിരന്തരമായി സംഭവിക്കുന്നുണ്ട്. പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. ചിലതൊക്കെ സത്യവുമുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിങ്ങളൊരു കഥ പറയുക, ചിലപ്പോൾ അതിനകത്ത് ഒരു എലമെൻറ്റ് ചിലപ്പോൾ എനിക്കിഷ്ടപ്പെട്ടേക്കാം. കഥയൊക്കെ യൂഷ്വലായിരിക്കും, അല്ലെങ്കിൽ പുതുമയൊന്നും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആ ഒരു എലമെൻ്റ് എടുക്കാമെന്ന് വിചാരിക്കും. അതിങ്ങനെ മനസ്സിൽ കിടക്കും. ചിലപ്പോൾ 5 or 6 വർഷത്തിന് ശേഷമായിരിക്കും ഇയാൾക്ക് മറ്റൊരു കഥ ചിന്തിക്കുമ്പോൾ എവിടെ നിന്നോ ഈ എലമെൻ്റ് കയറി. അതുകൊണ്ട് അത് അയാളുടെ പൂർണ്ണമായ കഥയാവണമെന്നില്ല. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഞാനൊരു സിനിമയുടെ ഇപ്പോൾ റീസെൻ്റായിട്ടൊരു എഴുതിക്കൊണ്ടിരിക്കുക, ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്യാം. അതിൽ ആരാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് അതിൽ ആപ്റ്റാണ്. അത് ഇതാരാണ് ഈ കഥ എന്നോട് പറഞ്ഞെന്നും അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഇൻസിഡൻറ്റ് എടുക്കുന്നുണ്ട്. ആരെങ്കിലും അന്നിങ്ങനെ ഞാനിത് പറഞ്ഞിരുന്നു, അയാളെ പോലും ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, വന്നെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ കഥ പൂർണ്ണമായിട്ടും അയാളുടെ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റില്ല. മനസ്സിലാകുന്നത്? ഒരു എലമെൻ്റ്, ഒരു സിറ്റുവേഷൻ, ഒറ്റ സീക്വൻസ് ആയിരിക്കും ചിലപ്പോൾ അതിൽ വരുന്നത്. അങ്ങനെയൊക്കെ യാദൃച്ഛികമായി ഉണ്ടാവാം. പക്ഷേ ഒരു പൂർണ്ണമായും കഥ തിരക്കഥ എടുത്ത് കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഭവിക്കുന്നത് വിരളമാണ്, അതും ഈ കാലഘട്ടത്തിൽ. പിന്നെ ഇതിനൊക്കെ കഥ രജിസ്റ്റർ ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ടെന്നേ. പുസ്തകമാക്കാം, കഥ പുസ്തകമാക്കാം. അല്ലാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിലേക്ക് നമ്മളുടെ ഈ പ്ലോട്ട് അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് അപ്ലോഡ് ചെയ്ത് വെക്കുക, ഒരിക്കലും പുറത്തു പോകില്ല. പിന്നെ എൻ്റെ സുഹൃത്തുണ്ട് തിരക്കഥാകൃത്ത് ബിനു ഗിരിയത്ത്. അദ്ദേഹം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു കഥ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നാൽ അദ്ദേഹം അത് പൂർണ്ണമായി എഴുതിയിട്ട് സ്വന്തം പേരിലേക്ക് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയക്കും, സീൽ ചെയ്ത് വെക്കും. എന്തെങ്കിലും ഒരു ഇഷ്യൂ എവിടെയെങ്കിലും ഉണ്ടായാൽ ഇത് കോടതിയിലേക്ക് അതേപോലെ കൊടുക്കും, ഇത് തുറന്നു പോകാം എന്ന് പറയുന്ന ഒരു കാര്യം. അതൊക്കെ എത്രത്തോളം കോടതി അത് മുഖവിലേക്ക് എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് സിനിമയുടെ കഥാമോഷണം എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് തുടങ്ങിയതാണെന്നേ. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്ന തുടരും അല്ലെങ്കിൽ എമ്പുരാൻ സിനിമ കണ്ടിട്ട് ഒരാൾ പറഞ്ഞത് ഇത് പഴയ ജയൻ്റെ കഥയല്ലേ, കുടുംബം തകർത്തവരോട് പ്രതികാരം ചെയ്യാൻ പോകുന്ന മകൻ്റെ കഥ. അപ്പം നമ്മളിത് എങ്ങനെ പറയുന്നു? അത് സ്ക്രീൻ പ്ലേ എഴുതിയ KR സുനിലും തരൺമൂർത്തിയും ചേർന്നാണ് സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. അവർ ഏതൊരു സിനിമയും അങ്ങനെ തന്നെയാണ്. ഞാൻ ചെയ്ത സുരേഷ് ഗോപിയെ നായകനാക്കി ലോഹിദാസ് എഴുതിയൊരു സ്ക്രിപ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, സാധനം. ആ സാധനം റിലീസ് ചെയ്ത സമയത്ത് അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ എങ്ങനെയൊന്നുമില്ല. വാരികകളാണ്, സിനിമാ വാരികളിൽ ആരോ ഒരാൾ എഴുതി. അഗ്നിപുത്രി എന്ന് പറയുന്ന SL പുരത്തിൻ്റെ ഒരു സിനിമയാണ്, SL പുരത്ത് സ്ക്രിപ്റ്റ് എഴുതിയത്. ആ സിനിമയുടെ കഥയാണ് സാദരത്തിൻ്റെ കഥ. ഞാനതിന് ശേഷമാണ് അഗ്നിപുത്രി കാണുന്നത്. ശരിയാണ്, സൂക്ഷിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒരു സാമ്യം തോന്നിയേക്കാം.
ചിലപ്പോൾ ലോഹിതദാസിന് ആ സിനിമ കണ്ടപ്പോൾ ഇൻസ്പയർ ചെയ്തിരിക്കാം. അതൊരിക്കലും അതൊരു തെറ്റാണെന്നോ മോഷണമാണെന്നോ പറയാൻ പറ്റില്ല. ലോഹിതദാസിനെ ഒരു കഥാമോഷ്ടാവായിട്ട് പറയാൻ പറ്റുമോ? എത്രയോ മഹത്തരമായ സിനിമകൾ. കിരീടം എന്ന് പറയുന്ന സിനിമ, അതുണ്ടാകുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തോട് ലോഹിതദാസിനോടൊരു കഥ പറഞ്ഞു. ഗുണ്ട എന്നായിരുന്നു ആ കഥയുടെ പേര്. കിരീടം പോലെ ഒരു കഥയല്ല, പക്ഷെ അതിൽ സാഹചര്യം കൊണ്ട് ഗുണ്ടയെ മാറുന്ന ഒരാളുടെ കഥ. എന്നാൽ അതേപോലെ ലോഹിതദാസിന് ചാലക്കുടിയിൽ വെച്ച് ഒരു ഷാപ്പിൽ വെച്ച് ഒരടിയുണ്ടായിട്ട് ഒരു പാവം ചെറുപ്പക്കാരൻ അതിൽ ഉൾപ്പെട്ടു പോകുന്നതും അയാൾ കേസിൽപ്പെടുന്നതുമായ ഒരു സംഭവം കൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് കിരീടം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ പലപ്പോഴും പലരും പറയുന്ന ചില കാര്യങ്ങളിൽ ആ ഒരു ആശയം കൊള്ളാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ തിരക്കഥ എന്ന് പറയുന്ന തിരക്കഥാ രൂപം പ്രാപിക്കുമ്പോഴാണ് അത് സിനിമയാവുന്നത്. അതിന് മികവുണ്ടാവണം, മിടുക്കുണ്ടാവണം. ആ മിടുക്കന്മാർക്കല്ലാതെ എഴുതാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ ഞാൻ കഥ പറഞ്ഞു, എൻ്റെ കഥ മോഷ്ടിച്ചു എന്ന് പറയുന്നത് എന്താ പറയുക, തികച്ചും അസംബന്ധമാണ്. സിനിമയെ സംബന്ധിച്ചു സിനിമ തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും കലയാണ്. അത് അവർ രൂപപ്പെടുത്തിയെടുത്ത ആ തിരക്കഥയിൽ ഉള്ള മികവാണ്. പിന്നെ കഥ പറയുമ്പോൾ മഹാഭാരതത്തില്ലാത്ത ഏതെങ്കിലും സീക്വൻസ് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? എല്ലാ കഥാസന്ദർഭങ്ങളും മഹാഭാരതത്തിലല്ലേ ഉണ്ട്. അതിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് പറയാൻ പറ്റുമോ? ഇതേ ഉള്ളൂ ഇക്കാര്യത്തിൽ പറയാനുള്ള മറുപടി. ഇങ്ങനെ വരുന്നവർ ദയവ് ചെയ്ത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നാളെ ഗംഭീര കഥകൾ ഉണ്ടാക്കാൻ, തിരക്കഥകൾ ഉണ്ടാക്കാം. നിങ്ങൾ ഏതെങ്കിലും ഹിറ്റായ പടത്തിൻ്റെ മൂട്ടിപ്പോയി പിടിക്കുക, എന്നിട്ട് പറയുക എൻ്റെ കഥയായിരുന്നു പറയുക, അങ്ങനെ പേരുണ്ടാക്കാൻ ശ്രമിക്കുക. അത് ആ സ്കില്ലില്ലാത്തവരുടെ ഒരു പ്രവൃത്തിയാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ സിനിമയിൽ എത്തിയിരിക്കും, അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് കഴിവുള്ളവർ അവിടെ എത്തിയിരിക്കും. താങ്കൾക്കൊരു പത്രപ്രവർത്തകനാണോ ആകാനാണ് കഴിവെങ്കിൽ താങ്കൾ അതിൽ അഗ്രഗണ്യനായിരിക്കും. എല്ലാവരും എല്ലാ മേഖലയിലും അഗ്രഗണ്യനാവണമെന്നില്ല. ഇപ്പം സിനിമയിൽ രാമു കാര്യട്ടോ അങ്ങനെ പി ഭാസ്കരനോ കെ.എസ്. സേതുമാധവനോ ഒക്കെ ആയ പോലെ എനിക്കാകാൻ പറ്റില്ലെന്നേ. എന്തിന് ഈ കാലഘട്ടത്തിലെ ലിജോ ജോസ് പല്ലിശ്ശേരിയോ അല്ലെങ്കിൽ തരുൺമൂർത്തിയോ ആയ പോലെ എനിക്കാകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അസൂയപ്പെട്ടൊരു കാര്യമുണ്ടോ? ഞാൻ ഉടനെ അവരെ വെല്ലുവിളിച്ചിട്ട് കാര്യമുണ്ടോ? എൻ്റെ കഴിവുകളെ ഞാൻ മനസ്സിലാക്കുക, എനിക്കിത്രയേ ഉള്ളൂ, ഞാൻ അതുകൊണ്ട് മാക്സിമം ചെയ്യുക. ഈ ഒരു കാര്യം എല്ലാവരും ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.